സദൃശ്യവാക്യങ്ങൾ അദ്ധ്യായം 26. വേനൽക്കാലത്ത് മഞ്ഞും കൊയ്ത്തുകാലത്ത് മഴയും എന്നതുപോലെ ഭോഷന് ബഹുമാനം ചേർച്ചയുള്ളതാകയില്ല. ആകാശത്ത് പറക്കുന്ന കുരുവിയും പക്ഷിജാലവും പോലെ വ്യർത്ഥമായ ശാപം പറന്നു പോകുകയേയുള്ളൂ. കുതിരയ്ക്ക് വടിയും കഴുതയ്ക്ക് ചമ്മട്ടിയും എന്നതുപോലെ ഭോഷന് ചമ്മട്ടിയെ ചേരൂ. നീയും ഭോഷന് സമനാകാതിരിക്കേണ്ടതിന് നീ ഭോഷനോട് അവൻ്റെ ഭോഷത്വം പോലെ മറുപടി പറയരുത്. പ്രത്യുത നിന്റെ ജ്ഞാനത്തിന് ചേരുന്ന രീതിയിലേ നീ ഭോഷനോട് സംസാരിക്കാവൂ. അല്ലെങ്കിൽ അവനും ജ്ഞാനിയാണെന്ന് അവൻ വിചാരിച്ചു പോകും. ഭോഷൻ വഴിയായി സന്ദേശമയക്കുന്നവൻ സ്വന്തം കാൽ കീഴിൽ നിന്നും അധർമ്മം പാനം ചെയ്യുകയാണ്. മുടന്തന് നടക്കാൻ പ്രാപ്തി കൊടുക്കാൻ നിനക്ക് കഴിയുമെങ്കിലേ ഭോഷന്റെ വായിൽ നിന്ന് വരുന്ന വാക്ക് സ്വീകരിക്കാവൂ. ഭോഷന് ബഹുമാനം കൊടുക്കുന്നത് കവീണയിൽ വെച്ചിരിക്കുന്ന കല്ലുപോലെയാണ്. മദ്യമത്തൻ്റെ കയ്യിൽ മുള്ള് തുളഞ്ഞു കയറി അതുപോലെ തന്നെ ഭോഷന്റെ വായിൽ വിവരക്കേടും. ഭോഷന്റെ ദേഹം വളരെ വേദനിക്കും. മദ്യപൻ കടൽ കടന്ന് ഭോഷത്വം മൂലം ഭോഷ്ക് പറയുന്നവൻ അതിൻ്റെ ഛർദിയിലേക്ക് തിരിയുന്ന നായയെ പോലെ തന്നെ. സ്വന്തം ദൃഷ്ടിയിൽ താൻ ജ്ഞാനി എന്ന് വിചാരിക്കുന്നവനെ നീ കാണുമെങ്കിൽ അവനേക്കാൾ വളരെ മെച്ചം ഭോഷനാണ്. മടിയനെ ഒരു വഴിക്കയക്കുമ്പോൾ അവൻ പറയും, വഴിയിൽ സിംഹമുണ്ട്, തെരുവിലും സിംഹമുണ്ട് എന്ന്. വാതിൽ അതിൻ്റെ ചുഴിയിൽ കറങ്ങുന്നത് പോലെ അലസൻ അവൻ്റെ മെത്തമേൽ തിരിഞ്ഞു മറിയുന്നു. മടിയിൽ കൈയും വച്ചുകൊണ്ടിരിക്കുന്ന മടിയൻ അവൻ്റെ കൈ വായിലേക്ക് അടുപ്പിക്കുവാൻ വളരെ പ്രയാസപ്പെടും. വിവേകികളായ 7 പേരേക്കാൾ താനാണ് വിജ്ഞൻ എന്ന് അലസന് സ്വയം തോന്നുന്നു. അന്യരുടെ വിധികാര്യത്തിൽ ചെന്ന് കേറുന്നവൻ നായയുടെ ചെവിക്ക് കയറിപ്പിടിക്കുന്നവന് തുല്യൻ. ധിക്കാരികൾ മാരകമായ മൂർച്ചയേറിയ കൂരമ്പുകൾ പോലെ വാക്കുകൾ ചുഴറ്റി എറിയുന്നത് പോലെയാണ് ഒരുവൻ അവൻ്റെ കൂട്ടുകാരനോട് വഞ്ചന ചെയ്യുന്നത്. അവനെ തിരിച്ചറിഞ്ഞു എന്ന് കാണുമ്പോൾ അവൻ പറയും, ഞാൻ വെറും നേരം പോക്കായി ചെയ്തതല്ലേ എന്ന്. വിറകില്ലാതിരുന്നാൽ തീകിടും. കലഹക്കാരനില്ലാത്തിടത്ത് ശാന്തിയുണ്ടായിരിക്കും. കരിതീക്കനലിനെയും വിറകഗ്നിയെയും എന്ന പോലെ കലഹപ്രിയൻ ശണ്ഠയ്ക്കായി പ്രേരിപ്പിക്കുന്നു. കലഹപ്രിയന്റെ വാക്കുകൾ കലഹമുണ്ടാക്കുന്നു. അവ മനസ്സിൻ്റെ ഉള്ളറയിലേക്ക് ഇറങ്ങിയെത്തുന്നു. മൺപാത്രത്തിൻ്റെ പുറത്ത് കീടമുള്ള വെള്ളി പൊതിഞ്ഞതിന് തുല്യമാണ്. ജ്വലിക്കുന്ന അധരങ്ങളും തിന്മയുള്ള ഹൃദയവും അവൻ്റെ വായിൽ നിന്ന് തന്നെയാണ് ശത്രു ആരെന്ന് അറിയപ്പെടുന്നത്. അവൻ്റെ ഉള്ളിൽ കെണി ഒരുക്കി വച്ചിരിക്കുന്നു. അവൻ്റെ സ്വരം താഴ്ത്തിയാലും നീ അവനിൽ വിശ്വാസമർപ്പിക്കരുത്. അവൻ്റെ ഉള്ളിൽ 7 തിന്മകളുണ്ട്. അവൻ ശത്രുത ഹൃദയത്തിൽ ഒളിച്ചു വച്ചാലും സംഘം കൂടുമ്പോൾ അവൻ്റെ തിന്മ പ്രത്യക്ഷമാകും. അവൻ കുഴി കുഴിക്കും, അവൻ തന്നെ അതിൽ വീഴും. അവൻ കല്ലുരുട്ടി കൊണ്ടുവരും, അതവൻ്റെ മേൽ തന്നെ തിരികെ വീഴും. വ്യാജമുള്ള നാവ് സത്യത്തെ വെറുക്കുന്നു.
കലഹമുണ്ടാക്കുന്ന വദനം കലഹമുളവാക്കുന്നു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാറകുമോർ